ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബൂഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മടവൂരിനെ പടച്ചോനാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ നേരിട്ട് കണ്ടു എന്ന് വാദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഞങ്ങള് ആ വിഷയത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട് എന്നും ഇതൊക്കെ നമ്മൾ പരസ്യമായിട്ടല്ലേ പറയുന്നത്. നിഴൽവാദി കുരുവട്ടൂരി, നൗഷാദ് കോളാമ്പി, സമദ് തുടങ്ങിയവർ EK വിഭാഗം സമസ്തയെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. EK വിഭാഗം സമസ്ത ഒരു സിനിമ ഇറക്കിയിരിക്കുന്നു എന്ന ആരോപണമാണ് EK വിഭാഗത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സിനിമ റിലീസ് ചെയ്തു, അല്ലെങ്കിൽ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരുവട്ടൂരികൾ EK വിഭാഗത്തെയും അതിന്റെ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും പരിഹസിക്കുന്നത്. എന്നാൽ അല്ലാഹു തആല ഇരിക്കുകയും കിടക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. സൃഷ്ടികളെ പോലെയാണ് അള്ളാഹു എന്ന ഒരു പുതിയ ആശയം. അങ്ങനെ ഇബ്ലീസ് ഈ സ്വർഗത്തിൽ ഇരുന്നിട്ട് നല്ലൊരു കഥാല ഇരുന്നിട്ട് എങ്ങനെ ഇരിക്കുക, അല്ല ഇപ്പോഴും ഇരിക്കുക. പിന്നെ അല്ല ഇരുന്നിട്ടൊന്നും അങ്ങനെ ചോദിക്കൊന്നും വേണ്ട. അന്ന് നിൽക്കുകയും ചെയ്യും, ഇരിക്കുകയും ചെയ്യും, കിടക്കുകയും ചെയ്യും. അള്ളാഹ്ക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നും. ഞങ്ങൾ ചിന്തിക്കണ്ട. കുരുവട്ടൂരികൾക്ക് പകർന്നു കൊടുത്ത യഹ്യൽ ബുഖാരി, ഇദ്ദേഹമാണ് കോമാട്ടുചാലിൽ കോഴി ഔളനേക്കാൾ വലിയ ഷെയ്ഖായി ഇവർ അവരോധിച്ചിരിക്കുന്നത്. ആ ഷെയ്ഖാവട്ടെ വലിയ സിനിമാ നടനുമാണ്. 5ഓളം സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് യഹ്യൽ ബുഖാരി എന്ന് പറയുന്ന കുരുവട്ടൂരി ഇബ്ലീസ് തരീഖത്തിന്റെ ഏറ്റവും വലിയ ഷെയ്ഖ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിക്കുന്ന ഇവർ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ച യഹ്യൽ ബുഖാരി തങ്ങളെ അവരുടെ ഏറ്റവും വലിയ ഷെയ്ഖാക്കി, ലോകം നിയന്ത്രിക്കുന്ന പടച്ചോനാക്കി അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇവർ വിമർശിച്ചില്ല? നമുക്ക് ആ വീഡിയോ ഒന്നാദ്യം കേട്ടു നോക്കാം. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിന്റെ അവിടെ ഒരു ക്ലബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം വന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു.
15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇയാൾ പച്ചക്ക് പറയുന്നത് ഞാൻ നാടകങ്ങൾക്ക് മ്യൂസിക് നൽകിയിട്ടുള്ള ആളാണ്, ഞാൻ 5ഓളം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ബാബുരാജ് മഹാനാണത്രേ, പ്രേം നസീർ സ്വർഗത്തിലുമാണ്, ഇദ്ദേഹം സ്വർഗത്തിൽ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതുപോലെയാണ് മുരീദന്മാരോട് പറയുന്നത്. അതും അദ്ദേഹം സ്വർഗത്തിൽ കണ്ടിരിക്കുന്നത് സിനിമാ നടന്മാരെയാണ്. അത്രത്തോളം സിനിമ തലക്ക് പിടിച്ച ഒരു വ്യക്തിയെ ഷെയ്ഖാക്കി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പിഴച്ച വാദങ്ങൾ തേനൂറും ഇശലോടുകൂടി സ്വീകരിക്കുന്നവരാണ്. അതിന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണിവർ. അദ്ദേഹത്തോട് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചതിന് തൗബ ചെയ്യണം, അത് തെറ്റാണ്, സിനിമ ഹറാമാണ് എന്നൊരു വാക്ക് പറയാൻ കുരുവട്ടൂരികൾ തയ്യാറായിട്ടില്ല. അതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കുരുവട്ടൂരികൾ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ലണ്ടനിൽ ജോലി ചെയ്യുകയും മുതലാളിയുടെ ഭാര്യയെ പ്രേമിക്കുകയും അങ്ങനെ അവളെ പല നിലക്കും ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം അടിച്ചു മാറ്റി നാട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്ത സുലൈമാനേക്കാൾ വലിയ ഷെയ്ഖാണത്രേ യഹ്യൽ ബുഖാരി. അവരാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിക്കാൻ ഈ സ്വമദിന് എന്ത് യോഗ്യതയാണുള്ളത്? കുരുവട്ടൂരികൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മാത്രവുമല്ല, അത് വസ്തുതാപരമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിലുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം ബഹുമാന്യനായ സയ്യിദുൽ ഉലമ നിർവഹിക്കുകയാണ്. നിർവഹിക്കട്ടെ. ഭൂമിയിലെ പണ്ഡിതന്മാർ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. കരയിൽ ഇരുൾ പരക്കുമ്പോൾ അവർ വഴിവിളക്കുകളായി പ്രകാശം ചൊരിയുന്നു. മനുഷ്യ സഞ്ചയത്തിന് നേരിന്റെ വഴി കാണിക്കുന്ന നക്ഷത്രങ്ങളാണ്. കരയിൽ ഇരുൾ പരക്കുമ്പോൾ അവർ വഴിവിളക്കുകളായി പ്രകാശം ചൊരിയുന്നു. മനുഷ്യ സഞ്ചയത്തിന് അങ്ങനെ ഒരാൾ കാലത്തിന്റെ കാവ്യഭാവന പോലെ യാഥാർത്ഥ്യങ്ങൾ നെയ്തെടുത്ത് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ വിനയത്തിന്റെ നേർരൂപമായി താഴെ ഇറങ്ങി മഹോന്നതികൾ കെട്ടിപ്പടുത്തത്. പിതാമഹനായ ആലിഹാജി നടത്തിയിരുന്ന ഓത്തുപള്ളിയിൽ നിന്ന് അറിവിന്റെ ആദ്യ പാഠങ്ങൾ കേട്ടു തുടങ്ങി. 3 വർഷം അവിടെ പഠിച്ചതിനു ശേഷം തിരൂർക്കാട് മാപ്പിള സ്കൂളിൽ. കേട്ടല്ലോ സഹോദരങ്ങളെ, EK വിഭാഗം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആലിക്കുട്ടി മുസ്ലിയാർ വഫാത്തായപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്യുമെന്ററി ഇറക്കി. ആ ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചത് മഹാനരായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതിന്റെ പേരിലാണ് സമസ്ത സിനിമ എന്ന് പരിഹസിച്ചുകൊണ്ട് സ്വമദ് ആനവരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, സൽമാൻ അസ്ഹരി ഉസ്താദിനോട് ആരോ ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. സമസ്തക്ക് ഇപ്പോൾ ഒരു സെക്രട്ടറിയെ ആവശ്യമായി വന്നിരിക്കുന്നു, ഉമർ ഫൈസി മുക്കത്തെ ജനറൽ സെക്രട്ടറി ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 40 മുഷാവറ അംഗങ്ങൾ യോഗ്യരാണ് സെക്രട്ടറിമാരാവാൻ. ഉമർ ഫൈസി ഒരു സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹവും അതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞതിനെയും ട്രോളുകയാണ് ഈ കുരുവട്ടൂരികള് സ്വമദ് ആനവാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഇവർക്ക് യഥാർത്ഥ പണ്ഡിതന്മാരെ പരിഹസിക്കുകയും ജനമധ്യത്തിൽ അവമതിക്കുകയും സുന്നി സംഘടനകളെ ഇടിച്ചു താഴ്ത്തുകയും തകർക്കുകയുമാണ് അവരുടെ ലക്ഷ്യം. അതിനൊരു കാരണവുമുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടുനോക്കുക. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്ത ഞങ്ങളാ.
ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. ആരായിരിക്കുന്നത്? ഇത് റബ്ബിന് പകരം വന്ന ആളാണ്. ഇതിനെ മനുഷ്യനായി നിങ്ങൾ കാണരുത്. ഇത് റബ്ബ് നോക്കുന്ന ഇടമാണ്. ഇത് റബ്ബിൽ നിന്ന് പരിഹാരം കൊടുക്കുന്ന സ്ഥലമാണ്. കോടാനക്കോടി മലക്കുകൾ അവിടെ എല്ലാ സമയത്തുമുണ്ട്. ലക്ഷക്കണക്കിന് ജിന്നുകൾ അവിടെ എന്നുമെന്നും അവർക്ക് ചുറ്റുമുണ്ട്. ലക്ഷക്കണക്കിന് ജിന്നുകൾ അവിടെ എന്നുമെന്നും അവർക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ അവിടെ പോയി അദബുകേട് ചെയ്യല്ല.